ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മൊബൈൽ ഫോണാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. റെഡ്മിയുടെ പുതിയ ഫോണായ റെഡ്മി നോട്ട് 8 എന്ന ഫോണാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബോക്സ് വരുന്നത്. അതിന് നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് മൊബൈൽ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 8ൻ്റെ ബോക്സ് വരുന്നത്. ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ഈ ഒരു റെഡ്മി നോട്ട് 8 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ പ്രശ്നം, ഇത് ഖത്തർ എഡിഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ താഴ്ഭാഗത്താണ് ഇതിന്റെ ഒരു മോഡൽ നമ്പർ, അതുപോലെ തന്നെ GB വേരിയന്റും കളറൊക്കെ കൊടുത്തിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിലായിട്ട് ചെറിയ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബോക്സിനുള്ളിലായിട്ട് വരുന്നത് ഒരു സിം ഇജക്ടർ ടൂൾ ഉണ്ട്, പിന്നെ ഒരു യൂസർ മാനുവല്, ഒരു സിലിക്കോൺ കേസുമാണ്. ശേഷമാണ് നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. ഇതാണ് നമ്മുടെ ഒരു മൊബൈൽ ഫോണ്. പിന്നെ ഒരു ചാർജറാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഒരു ടൈപ്പ് സി കേബിളുമാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയുമാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. ബോക്സിൽ ലഭിച്ചത് ഈ ഒരു ഫോണാണ്. ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പുള്ള ഒരു ഫോണാണ് റെഡ്മിയുടെ ഈ നോട്ട് 8 എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇതിന്റെ ഓരോ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇതിന്റെ ഒരു ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.3 ഇഞ്ച് ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിനൊരു വാട്ടർ നോച്ച് ഡിസ്പ്ലേയുമാണ്. അതായത് ഇതിന്റെ ഒരു ഫ്രണ്ട് ക്യാമറ ഇതിന്റെ ഡിസ്പ്ലേക്കുള്ളിലാണ് വരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ഫുൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു 90% വരെ ഡിസ്പ്ലേ ടു ബോഡി റേഷ്യോ കൊടുത്തിട്ടുണ്ട്. കോർണിംഗ് കൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ഇതിലുണ്ട്. അതായത് ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ഒരു നെപ്റ്റ്യൂൺ ബ്ലൂ കളറാണ്. ഇത് തന്നെ മറ്റു കളറുകളിൽ നമുക്ക് ലഭിക്കും. സ്പേസ് ബ്ലാക്ക്, അതുപോലെ മൂൺ വൈറ്റ് എന്നീ കളറുകളിലും ഇത് ലഭിക്കും. ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു IR ബ്ലാസ്റ്റും അതിന് ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് നമുക്കൊരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കുമാണുള്ളത്. ഏറ്റവും താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3.5 mm ഓഡിയോ ജാക്കും, പിന്നെ ഒരു മൈക്കും, ഒരു ടൈപ്പ് സി ഇൻപുട്ട് സ്ലോട്ടും, പിന്നെ ഒരു സ്പീക്കർ യൂണിറ്റുമാണുള്ളത്. വലത് സൈഡ് ഭാഗത്തായിട്ട് വോളിയം അപ്പ് ഡൗൺ ബട്ടണ്, പിന്നെ ഒരു ഓൺ ഓഫ് ബട്ടണുമാണ് കൊടുത്തിട്ടുള്ളത്. ഇടത് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സിം കാർഡ് സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സിം കാർഡ് സ്ലോട്ട് തന്നെ നമുക്ക് 2 സിം ഒരുമിച്ച് ഇടുവാനും ഒരു മെമ്മറി കാർഡും സപ്പോർട്ട് ചെയ്യും. ഇതിന്റെ പിൻഭാഗത്തായിട്ട് ഒരു കോഡ് ക്യാമറ സെറ്റപ്പും അതിന് തൊട്ടുപുറത്തായിട്ട് ഒരു ഫ്ലാഷ് യൂണിറ്റും കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് റെഡ്മി എന്നൊരു ലാബിലും ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു സിംഗിൾ ക്യാമറയും അതിന് മുകളിലായിട്ട് ഒരു ഇയർ സ്പീക്കർ യൂണിറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസ്പ്ലേയുടെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് റെഡ്മി എന്ന് എഴുതിയും കാണാം. സാധാരണ ഡിസ്പ്ലേ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഒരു ഡിസ്പ്ലേക്ക് ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. എല്ലാ ഫോണുകളുടെയും ഡിസ്പ്ലേ ഫ്രണ്ട് ഭാഗം വന്നിരുന്നത് ബ്ലാക്ക് ഡിസൈനിലാണ്. ഈ ഒരു ഫോണ് ഇതിന്റെ കളറിന് ആനുപാതികമായിട്ട് ഇതിന്റെ ഫ്രണ്ട് ഡിസ്പ്ലേയിലും ചെറുതായിട്ടൊരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഡിസൈനും ഇതിന്റെ ഒരു ഷേപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ഡിസൈൻ തന്നെയാണ് റെഡ്മി ഈ ഒരു ഫോണായിട്ട് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഫോണ് വർക്ക് ചെയ്യുന്നത് ആൻഡ്രോയിഡ് 9 Pie വേർഷനിലുമാണ്. ക്യാമറയിലേക്ക് നമുക്ക് വരാം. മെയിൻ ക്യാമറ ആയിട്ട് കൊടുത്തിട്ടുള്ളത് 48 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയാണ്. ഇതിന്റെ അപ്പേച്ചർ വാല്യൂ വരുന്നത് f1.79 ആണ്. ഇതിലെടുക്കുന്ന പിക്ചേഴ്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇതിന്റെ ഒരു അപ്പേച്ചർ വാല്യൂ വരുന്നത് f2.2 ആണ്. ഈ ഒരു വൈഡ് ആംഗിൾ ഷോട്ടിൽ നമുക്ക് വീഡിയോസ് എടുക്കുവാനും സാധിക്കും. പിന്നെ ഒരു മാക്രോ ഷൂട്ടിങ്ങിനായിട്ട് 2 മെഗാപിക്സലിന്റെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതിൽ f2.4 അപ്പേച്ചർ വാല്യൂമാണ് വരുന്നത്. ഈ മാക്രോയിലും നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നല്ലൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഒരു ഡെപ്ത് സെൻസിങ്ങിനുള്ള 2 മെഗാപിക്സൽ ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ അപ്പേച്ചർ വാല്യൂ വരുന്നത് 2.4 അപ്പേച്ചർ വാല്യൂ ആണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു 13 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. ഇതിന്റെ എഫ് വാല്യൂ വരുന്നത് 2.0 ആണ്. അതിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ പിക്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്യാമറയുടെ മെയിൻ സെറ്റിംഗ്സ് ആയിട്ട് വരുന്നത് സ്ലോ മോഷൻ നമുക്ക് എടുക്കാം. 240 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ഈ ഒരു മൊബൈൽ ഉപയോഗിച്ച് സ്ലോ മോഷൻ വീഡിയോസ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോകൾ എടുക്കാൻ സാധിക്കും. പിന്നെ ഒരു വീഡിയോ മോഡ് എന്ന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫോണിൽ വീഡിയോ ഷൂട്ടിങ് 4K വരെ സപ്പോർട്ടഡ് ആണ്. 4K അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്റ്റെബിലൈസേഷൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു ഷെയ്ക്കി ഫീൽ ആണ്. എങ്കിലും വീഡിയോയുടെ ക്വാളിറ്റിയിൽ ഒട്ടും തന്നെ കുറവ് വരുന്നില്ല. അല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് നൈറ്റ് മോഡാണ്. അതായത് നൈറ്റ് പിക്ചേഴ്സ് ഒക്കെ എടുക്കാനായിട്ട് ഈ ഒരു മോഡ് ഉപയോഗിച്ച് നമുക്ക് പിക്ചേഴ്സ് എടുക്കാൻ സാധിക്കും. പിന്നെ പനോരമ മോഡ് പിക്ചേഴ്സ് എടുക്കാം. പിന്നെ വരുന്നത് പ്രോ വേർഷൻ ആണ്. അതായത് നമുക്ക് വൈറ്റ് ബാലൻസ്, അതുപോലെ ഫോക്കസ്, ISO ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കും. പിന്നെ ഒരു 48 മെഗാപിക്സലിന്റെ ഒരു ഫോട്ടോഷൂട്ട് കാണിക്കുന്നത്, അതായത് ഇതിന്റെ ഒരു മെയിൻ ക്യാമറ ഉപയോഗിച്ച് മാക്സിമം റെസൊല്യൂഷനോട് കൂടി ഫോട്ടോ എടുക്കുന്നതിനാണ് ഈ ഒരു
ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ നോർമൽ ഫോട്ടോയിൽ നമുക്ക് വൈഡ് ആംഗിൾ കാണാൻ സാധിക്കും. 1x ഒപ്റ്റിക്കൽ സൂം, അതുപോലെ 2x ഒപ്റ്റിക്കൽ സൂം ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് ഈ ഒരു റെഡ്മി നോട്ട് 8 എന്ന ക്യാമറ നൽകുന്നത്. പിന്നെ ഇതിലെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ റെഡ്മിയുടെ മുന്നത്തെ മോഡലിലേക്ക് വന്നതുപോലെ തന്നെ 4000 mAh ഒരു ബാറ്ററി തന്നെയാണ് ഈ ഒരു നോട്ട് 8 എന്ന മോഡലിൽ റെഡ്മി നൽകിയിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 665 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. നമുക്ക് മെമ്മറി കാർഡ് എക്സ്പാൻഡ് ചെയ്യാൻ വരുന്നത് മാക്സിമം 512 GB വരെയാണ്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഒരു ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പിക്ചേഴ്സും വീഡിയോസും ഒക്കെ കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു LCD ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിൽ മെയിനായിട്ട് 2 ലോക്കിംഗ് മെത്തേഡുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഫിംഗർ പ്രിന്റ് ലോക്കും പിന്നെ ഒരു ഫേസ് ലോക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ടെസ്റ്റ് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ ലോക്ക് അൺലോക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് ലോക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അൺലോക്ക് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോൺ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരെ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യുന്നത് ഖത്തറിലാണ്. ഖത്തറിൽ നമുക്ക് ഇൻബോക്സ് ആയിട്ട് വരുന്നത് ഒരു 10 വാട്ടിന്റെ ചാർജറാണ്. നമ്മുടെ ഇന്ത്യൻ മോഡലിലേക്ക് വരുന്നത് 18 വാട്ടിന്റെ ചാർജർ തന്നെ ഇൻബോക്സ് ആയിട്ട് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഫോണിൽ 4G ഡുവൽ സ്റ്റാൻഡ് ബൈ മോഡും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്മാർട്ട് ഫോൺ തന്നെയാണ് എംഐയുടെ ഈ ഒരു നോട്ട് 8 എന്നുള്ള ഫോണ്. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ലുക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.